Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ എങ്ങനെയാണ് കാണുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ജാവ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഫൈൻഡ് ഫാക്ട് എന്ന് കൊടുക്കാം. ഫിനിഷ് ഡോൺ ക്രിയേറ്റ്. ഇനി ഇതിനകത്ത് നമുക്ക് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. അപ്പം നിങ്ങൾക്ക് ഫാക്ടോറിയലിൻ്റെ കൺസെപ്റ്റ് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ സപ്പോസ് 3 എന്നൊരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എങ്ങനെയാണ് കാണുന്നത്? 1 തൊട്ട് ആ 3 വരെയുള്ള നമ്പറിൻ്റെ പ്രോഡക്റ്റ് അല്ലേ? ഇപ്പോൾ 3യുടെ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 × 2 × 3. 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് അങ്ങനെയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് നമ്പർ കൊടുക്കുകയാണ്. നമ്പർ ഈസ് ഈക്വൽ ടു 4 കൊടുക്കാം തൽക്കാലം. ഓക്കെ, 4 കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഫാക്ടോറിയലിൻ്റെ ഒരു വേരിയബിൾ സെറ്റ് ചെയ്യാണ്. ലോങ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എപ്പോഴും ഇൻറ്റിനകത്ത് നിൽക്കത്തില്ല, ഇൻറ്റിൻ്റെ ലിമിറ്റിൽ നിൽക്കില്ല. അപ്പോൾ ഒരു വലിയ നമ്പർ വന്നു കഴിഞ്ഞാലും നമ്മൾ ലോങ് കൊടുത്താലേ അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ലോങ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ വാല്യൂ കൊടുക്കുകയാണ് 1 എന്ന് കൊടുക്കുകയാണ്. മനസ്സിലായോ? ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഫാക്ടോറിയൽ കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ 1 തൊട്ട് ആ നമ്പർ വരെയുള്ള അതിൻ്റെ അടുപ്പിച്ച 1 തൊട്ട് ആ നമ്പർ വരെയുള്ളതിൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലൂപ്പ് എഴുതാം. ഫോർ ഇൻറ്റ് I ഈക്വൽ ടു, നമ്മളെപ്പോഴും ഇവിടെ 0 എന്ന് എഴുതാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. 0 കൊടുക്കരുത്, 1 കൊടുക്കാവുള്ളൂ. 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രോഡക്റ്റ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു 0 ഉണ്ടെങ്കിൽ ആ ടോട്ടൽ ആ പ്രോഡക്റ്റ് 0 ആയിപ്പോവും. അപ്പോൾ 0 തൊട്ടല്ല, 1 തൊട്ട് ആ നമ്പർ വരെയുള്ളതിൻ്റെ പ്രോഡക്റ്റുകളാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ I ഈക്വൽ ടു 1, I ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ നമ്പർ. ഓക്കെ, I പ്ലസ് പ്ലസ്, ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ലൂപ്പ് കൊടുത്തു. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തില്ലേ ഫാക്ടോറിയൽ എന്നുള്ളൊരു വേരിയബിൾ, അതിവിടെ തന്നെ കൊടുക്കാം. ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു I എന്ന് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് സിസ് ഔട്ട് ഫാക്ടോറിയൽ. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നമ്പർ 4 കൊടുത്തു. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ 1 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ഈ ലൂപ്പിൽ കയറുമ്പോൾ എങ്ങനെയാണ്? ഐയുടെ വാല്യൂ 1. ഓക്കെ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം എത്രയാണ്? 4 ആണ്. 4നേക്കാളും ചെറുതാണ് 1 അല്ലേ? അപ്പോൾ ഈ ലൂപ്പിനകത്തോട്ട് കയറും. എന്നിട്ട് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണല്ലോ. 1 ഇൻറ്റു ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 എന്നുള്ളത് ഈ ഫാക്ടോറിയലിനകത്തോട്ട് സേവ് ആയി. അപ്പോൾ ആദ്യം ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഫാക്ടോറിയലിനകത്തുള്ള വാല്യൂ എത്രയാണ്? 1. I എന്നാണ് കൊടുത്തത്, 1. ഓക്കെ, ഇനി എന്താണ് രണ്ടാമത്? ഇപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? I ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്? 2. ഫാക്ടോറിയലിനകത്തുള്ള വാല്യൂ 1, ഐയുടെ വാല്യൂ 2 ആയി. ഇനി 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ? ആണ്. അപ്പോൾ ഇതിനകത്തോട്ട് കയറി. അപ്പോൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? ഫാക്ടോറിയലിനകത്ത് ഇപ്പോൾ ഉള്ള വാല്യൂ 1 ആണ് അല്ലേ? 1 ഇൻറ്റു 2, ഐയുടെ വാല്യൂ 2 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 2 എന്ന് പറയുമ്പം 2 എന്നുള്ള വാല്യൂ വീണ്ടും ഈ ഫാക്ടോറിയലിനകത്തോട്ട് സേവ് ആയി. ഫാക്ടോറിയൽ എന്നുള്ള വാല്യൂ വീണ്ടും ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ഇനി എന്താണ്? വീണ്ടും I ഇൻക്രിമെൻ്റ് ആയി. ഐയുടെ വാല്യൂ 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ? ആണ്. അപ്പോൾ ഫാക്ടോറിയലിൻ്റെ വാല്യൂ എത്രയാണ് ഇപ്പോൾ? 2 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6 ആവും. മനസ്സിലായോ? അപ്പോൾ ഫാക്ടോറിയലിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 6 ആണ്. ഇനി വീണ്ടും I ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ എത്ര ആവും? 4 ആവും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇവിടെ എപ്പോഴും ഓർക്കുക, ലെസ് ദാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്ന് വെളി വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ആ നമ്പർ വരെ നമുക്ക് വേണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് വരും. ഫാക്ടോറിയലിൻ്റെ വാല്യൂ 6 അല്ലേ? 6 ഇൻറ്റു 4 എത്ര വരും? 24 വരും. അപ്പോൾ ഈ ഫാക്ടോറിയലിനകത്ത് അവസാനമുള്ള വാല്യൂ എത്രയാണ്? 24. അതാണ് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. സേവ് ചെയ്തിട്ട് റൺ ചെയ്യാം. 24. അപ്പോൾ നമ്മൾ കൊടുത്ത നമ്പർ 4 ആണ്, ഇതിൻ്റെ 24. ഇനി ഇവിടെ 5 കൊടുത്താൽ നമുക്ക് എത്ര വരണം? 120 വരണം അല്ലേ? നമുക്കിത് റൺ ചെയ്ത് നോക്കാം. 120 വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ ഫാക്ടോറിയലിൻ്റെ കൺസെപ്റ്റ്. ഇനി നമുക്ക് ഇവിടെ ഡയറക്റ്റ് കൊടുക്കാതെ നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന്
ഇൻപുട്ട് വാങ്ങി കൊടുക്കുക. ഇതിപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ നമ്പർ കൊടുത്ത് അങ്ങനെ ചെയ്തത്. എൻ്റർ എ നമ്പർ. ഓക്കെ, ഇനി നമ്മൾ സാധാരണ എഴുതുന്ന പോലെ നമ്മുടെ സ്കാനർ ക്ലാസ് കൊടുക്കുക. ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് ഇൻ. ഇനി ഇവിടെ നമുക്ക് വാങ്ങിക്കാം. ഇനി ഇവിടെ നമ്മൾ ഇൻറ്റ് ഡം ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയൽ വേണമെങ്കിലും കാണാം. അപ്പോൾ നമ്മളിത് റൺ ചെയ്യുമ്പോൾ എൻ്റർ എ നമ്പർ, ഇപ്പം ഞാൻ 10 കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇത്രയും വലിയൊരു നമ്പർ വന്നു. കാരണം എന്താ, 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണിത്. ഇനിയിപ്പോൾ റൺ ചെയ്ത് ഞാനിപ്പോൾ ഒരു 30 വല്ലതും കൊടുക്കുകയാണെങ്കിൽ ഒരു വലിയ നമ്പർ വരും. എന്താ കണ്ടോ, ഇപ്പം ലോങ് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയ വാല്യൂ നമുക്ക് ആ ലിമിറ്റിൽ കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിങ്ങനെ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയൽ, ഇപ്പോൾ 11 കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ് ലോജിക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.